ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സഹായം 2000 രൂപ അക്കൗണ്ടുകളിൽ പ്രഖ്യാപിച്ചു. അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കിസാൻ സമ്മാൻ നിധി യോജനയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് 2025-ൽ 6000 രൂപയുടെ സഹായം ലഭിക്കുന്നതാണ്. 19, 20, 21 ഗഡുക്കളിലായി 2000 രൂപ വീതമാണ് ലഭിക്കുക. കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്ന ഈ തുക ഓരോ വർഷവും 3 തവണ വീതം ലഭിക്കും. കർഷകർ KYC, ലാൻഡ് സീഡിംഗ് എന്നിവ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും തുക ലഭിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പ്, ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിട്ടുള്ള 65 ലക്ഷം പേർക്ക് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തിയിരിക്കുന്നു. സർക്കാർ ഇനി വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് 3 ഗഡു പെൻഷൻ കുടിശ്ശികയാണ്, അതായത് 4800 രൂപ വീതം. അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാർ നൽകിക്കഴിഞ്ഞു. പുതിയ സാമ്പത്തിക വർഷം മുതൽ വിതരണം ആരംഭിക്കും. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഈ തുക പൂർണ്ണമായും വിതരണം ചെയ്യും. ഏപ്രിൽ മാസം മുതൽ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല, ഫെബ്രുവരി മാസം ലഭിക്കുക തനത് മാസത്തെ തുകയായ 1600 രൂപയുടെ സഹായമായിരിക്കും. തുക വർധനവ് സംബന്ധിച്ച് പുറത്തുവരുന്ന മറ്റ് അറിയിപ്പുകളുമുണ്ട്. 2500 രൂപ വരെ ആക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പരമാവധി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും നിറവേറ്റുമെന്നാണ് സർക്കാർ നൽകിയിട്ടുള്ള ഉറപ്പ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പെൻഷൻ വർധനവ് കൂടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിലുള്ള ഈ ആഴ്ച നടക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. 62 ലക്ഷം പേർക്കും, അതായത് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന 62 ലക്ഷത്തോളം വരുന്ന ആളുകളാണ്. ആ 62 ലക്ഷം പേർക്കും സാമ്പത്തിക സഹായത്തിൽ വർധനവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇത് മാത്രമല്ല, പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയോ അതിൽ മുകളിലോ ആണെങ്കിൽ അവർക്ക് പെൻഷൻ ലഭിക്കാൻ അർഹതയില്ല. തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കാൻ ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നവർ എല്ലാവരും തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുക. അറിയിപ്പുകൾ ലഭിക്കുന്നവർക്ക് രേഖകൾ സമർപ്പിക്കുക. പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കുക. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഇത് ബാധകമായിട്ടുള്ളത്. വിധവാ പെൻഷൻ വാങ്ങുന്നവർ, അവിവാഹിത പെൻഷൻ സ്കീമുകളിൽ ഉൾപ്പെട്ടവർ എല്ലാവരും തന്നെ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സർക്കാരിലേക്ക് ഹാജരാക്കണം. ആധാർ കാർഡിൻ്റെ കോപ്പി കൂടി ചേർത്ത് വേണം രേഖകൾ സമർപ്പിക്കാൻ. അപേക്ഷ വെക്കേണ്ടത് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ മുഖേനയാണ്. അപേക്ഷ സമർപ്പിച്ച് അപ്രൂവ് ആയി കഴിഞ്ഞ് രേഖകൾ ഡൗൺലോഡ് ചെയ്ത് ആധാർ കാർഡിൻ്റെ കോപ്പി കൂടി ചേർത്ത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുക. ആനുകൂല്യങ്ങൾ മുടങ്ങാതെ തന്നെ ലഭിക്കാൻ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.